ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ലക്ഷ്മി വന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, കൃഷ്ണനെ നന്നായിട്ട് തന്നെ നോക്കണം. കാരണം കൃഷ്ണൻ്റെ അടുത്തേക്ക് വരുന്നത് ചിലപ്പോൾ ആണായാലും പെണ്ണായാലും ശത്രുക്കളിൽ ഉണ്ടാവും എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൺമണി ഒരിക്കലും തന്നെ കൃഷ്ണനെ വിട്ട് പിരിഞ്ഞു പോകരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എപ്പോഴും കൂടെ വേണമെന്ന് പറയുന്നു. പിന്നെ കാണാം കൺമണി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പോകുന്നു. കൺമണിയാണെങ്കിലോ ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ മാനസയും അതുപോലെ കൃഷ്ണനെ കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം തന്നെ കൃഷ്ണന് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭക്ഷണമാണ് കൃഷ്ണ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, എനിക്ക് നന്നായിട്ട് പാചകം അറിയാമെന്നൊക്കെ പറഞ്ഞ് വിളമ്പി കൊടുക്കുന്നു. അങ്ങനെ നല്ല സ്മെല്ലൊക്കെ കേൾക്കുമ്പോഴത്തേനും കൃഷ്ണൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ കഴിക്കുന്ന സമയത്ത് തന്നെ അത് ഹോട്ടലിൽ നിന്ന് വരുത്തിയിട്ടുള്ള ഫുഡാണെന്നുള്ളത് കൃഷ്ണന് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴത്തേനും മാനസ, നീ എപ്പോഴാണ് ഹോട്ടലിലേക്ക് ജോലിക്ക് പോയതെന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എന്താ കൃഷ്ണ അങ്ങനെ പറയുന്നത്, അതെന്താ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഞാൻ ഈ ഭക്ഷണം ആദ്യമേ കഴിച്ചിട്ടുണ്ട്, ഹോട്ടൽ ഭക്ഷണം ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നീയാണെങ്കിലോ അത് ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് എനിക്ക് വിളമ്പി തരുന്നോ? എന്തിനാ പിന്നെ നീ ഇവിടെ വന്നത്? ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് നിൻ്റെ ആവശ്യകതയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൃഷ്. അപ്പോഴത്തേനും മാനസ പറയുന്നുണ്ട്, സോറി കൃഷ്, എനിക്ക് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷെ പെട്ടെന്നാവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്ത് തന്നെ വരുത്തിയതെന്നും പറയുന്നുണ്ട്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് എനിക്ക് ഫുഡ് ഉണ്ടാക്കിത്താ. എന്തായാലും ഇപ്പോൾ ഇനി ഈ ഫുഡ് ഞാൻ കഴിക്കുന്നില്ല, ഇനി അടുത്ത ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് ഞാൻ കഴിച്ചോളാം മാനസ, എന്തായാലും നീ ചെല്ലെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാനസയോട്. അപ്പോഴത്തേനും മാനസ പെട്ട പോലെയായി. കൃഷാണെങ്കിലും മാനസയ്ക്ക് നല്ലൊരു പണി കൊടുത്തിരിക്കാൻ. കാരണം കൃഷ്ണനറിയാം മാനസയ്ക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്ന കാര്യം. അപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ കൺമണി വരുന്നുണ്ട്. കൃഷ് അകത്തേക്ക് പോകുമ്പോഴത്തേനും മാനസ പറയുന്നുണ്ട്, കോണിബെൽ അടിക്കുമ്പോഴത്തേനും ആരാ മാനസ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതൊരു കൊറിയർ വന്നതാണ് അങ്കിളിന് വേണ്ടിയിട്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ കൺമണി അകത്തേക്ക് വാ എന്ന് പറയുന്നു. ദൈവമായിട്ടാണ് കൺമണി നിന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. കാരണം എനിക്ക് ഞാൻ പെട്ടിരിക്കുകയാണ്. കൃഷ്ണനാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല. കൺമണി, നീ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്നു. അതിനെന്താ മേഡം, എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു കൺമണി സന്തോഷത്തോടുകൂടി കൃഷ്ണനുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ അമ്മായിമാരെ കാണിക്കുന്നുണ്ട്. അരുണിന് 8ൻ്റെ പണി കിട്ടി, അങ്ങനെ തന്നെ വേണം. അവനെ തല്ലി ചതച്ചവർ എന്തായാലും നല്ല ആളുകൾ തന്നെയാണ്, അതുകൊണ്ടാണല്ലോ അവൻ ഇങ്ങനെ ഒരു പണി കിട്ടിയത്. അത് ഞങ്ങൾക്ക് എന്തായാലും സന്തോഷമായെന്നൊക്കെ അമ്മായിമാർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. കൺമണി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് അവൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നും പറയുകയാണ്. അതിനുശേഷം ദേവ്ജി കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി വരച്ചിട്ടുള്ള ആ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അപ്രൂവൽ ആയിട്ടുണ്ട് കേട്ടോ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ പ്രോജക്റ്റ് നമുക്ക് തന്നെയാണ് കൺമണി എന്ന് പറയുന്നു. ഇത് ചെയർമാൻ അറിയാത്ത ഒരു പ്രോജക്റ്റാണ്, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമാവും, നമുക്കൊരു സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് മാനസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേവിജി പറയുന്നുണ്ട്, മാനസയുണ്ട് അവിടെ, എന്നാൽ കൺമണി ഫോൺ വെച്ചോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ മാനസ് ചോദിക്കുന്നു, ആരാ കൺമണി, വരുണാണോ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേനും അല്ല ദേവ് സാറാണെന്ന് പറയുന്നു. അതെന്താ കൺമണി, ഞാൻ വന്നപ്പോഴേക്കിനും ഫോൺ കട്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെ ചോദിക്കുന്നു. അതെന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടാവുമല്ലോ, എന്താ ഈ ഫുഡിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ, ഇതാ മേഡം ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേനും നല്ല ഭക്ഷണമാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്, കൺമണി ഇത്രയും പെട്ടെന്ന് തന്നെ ഫുഡ് റെഡിയാക്കിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേനും മേഡം പെട്ടെന്ന് തന്നെ ശരിയാക്കിയെന്ന് പറയുന്നു. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, ഇത് കൃഷ്ണൻ എന്തായാലും ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് എടുത്തുകൊണ്ട് മാനസ റൂമിലേക്ക് പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ആ ഭക്ഷണമായിട്ട് മാനസ കൃഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ ഭക്ഷണത്തിൻ്റെ മണമൊക്കെ കേൾക്കുമ്പോഴത്തേനും കൃഷിന് നല്ല പോലെ ഇഷ്ടപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നല്ല ഭക്ഷണമാണല്ലോ, ഇത് കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും പറഞ്ഞിട്ട് കഴിക്കാനായിട്ട്, നിനക്ക് ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമോ മാനസ എന്ന് പറഞ്ഞിട്ട് കഴിക്കാനായിട്ട് നിൽക്കുന്നു. പെട്ടെന്ന് തന്നെയാണ് ആ മണം, ആ ഒരു ടേസ്റ്റ് എല്ലാം തന്നെ കൃഷിന് മനസ്സിലാവുന്ന. കാരണം കൺമണിയുടെ ഭക്ഷണം മുൻപും കഴിച്ചിട്ടുള്ള ഒരാളാണല്ലോ കൃഷ്, അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം കൺമണിയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് കൃഷിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുക കേട്ടോ ചെയ്യുന്നത്. അന്വേഷണം തന്നെ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തായാലും കൺമണി ഇവിടെ ഉണ്ട്, അവളാണ് ഈ ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കൃഷ്ണന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാണ്. പെട്ടെന്ന് തന്നെ കൺമണി എന്ന് ഉറക്കെ വിളിക്കുക കേട്ടോ കൃഷി ചെയ്യുന്നത്. അപ്പോൾ മനസ്സ് പറയുന്നുണ്ട്, എന്താ കൃഷ്, എന്താ ഈ കൺമണിയെ വിളിക്കുന്നത്? കൺമണി വീണ്ടും വിളിക്കുന്നു. കൺമണി അപ്പോൾ പറയുന്നുണ്ട്, മാനസ മേഡം ഞാനിവിടെ ഉള്ള കാര്യം കൃഷി സാറിനോട് പറഞ്ഞിട്ടുണ്ട്,
സർ അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ ഓടി ചെല്ലുന്നു. കൺമണി, ഈ ഭക്ഷണം ആരാ ഉണ്ടാക്കിയത്, നീയാണോ അതോ മാനസിയാണോ? പക്ഷേ മാനസിയാണെങ്കിൽ കൺമണിയോട് പറയരുത് എന്ന് പറഞ്ഞ് തല ഇങ്ങനെ ആട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ കൺമണിയാണെങ്കിലോ കൃഷിൻ്റെ ചോദ്യത്തിന് മുന്നിൽ തന്നെ സത്യസന്ധമായിട്ട് തന്നെ ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാനാണ് സർ ആ ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് പറയുന്നു. എന്താണ് മാനസ നീ കാണിക്കുന്നത്? എനിക്കറിയാം നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഒട്ടും അറിയില്ല എന്നുള്ളത്. അത് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് നിന്നോട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞത്. നീ എന്താ എന്നെ പറ്റിക്കുകയാണോ? നീ ഈ കൺമണിയും അതുപോലെ തന്നെ മാനസയുടെ വാക്ക് കേട്ട് നീയും എന്നെ പറ്റിക്കുകയാണോ കൺമണി എന്നൊക്കെ മാനസയോട് അതുപോലെ കൺമണിയോടും ദേഷ്യപ്പെട്ട് കൃഷി സംസാരിക്കുന്നു കേട്ടോ. അപ്പോൾ കൺമണിക്ക് നല്ല വിഷമമാവുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിൻ്റെ മുന്നിൽ താനൊരു കുറ്റക്കാരിയെ പോലെ ആയില്ലേ ഇപ്പോൾ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇതിന് മാനസ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ചതിക്കുന്നത്? അപ്പോൾ കൃഷ്ണനോട് മാനസ പറയുന്നുണ്ട്, കൃഷ്ണ നിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്ത് ചെയ്താലും നിനക്ക് എന്നെ ഒട്ടും തന്നെ ഇഷ്ടമില്ലല്ലോ. എന്ത് ചെയ്താലും നിനക്ക് കുറ്റപ്പെടുത്തൽ മാത്രമാണ്. നിൻ്റെ സ്നേഹം കുറച്ചെങ്കിലും എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ കൃഷ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്നിട്ടും നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്ന രീതിയിലൊക്കെ മാനസ കൃഷ്ണനോട് പറയുകയാണ്. പക്ഷേ കൃഷ്ണാണെങ്കിൽ അതൊന്നും തന്നെ അംഗീകരിക്കാനായിട്ട് നിൽക്കുന്നില്ല. അതിനുശേഷം തന്നെ കൺമണിയോട് നീ ഇറങ്ങിപ്പോ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. മാനസയ്ക്ക് ആകെ ടെൻഷനാവുന്നുണ്ട്. വീണ്ടും കൃഷ്ണൻ്റെ മനസ്സിൽ വീണ്ടും താനൊരു കള്ളിയാണല്ലോ എന്ന രീതിയിലാണ് വരുത്തി തീർത്തിരിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.